ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മോട് ചെയ്യാൻ പോണത്. അപ്പോ അധികം പറയാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? റേ ഡയഗ്രം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗിവൺ. അല്ലെ, നമ്മുടെ അടുത്തൊരു റേ ഡയഗ്രം തന്നിട്ടുണ്ട്. എന്തിനാണ് റേ ഡയഗ്രം? പാത്ത് ഓഫ് ലൈറ്റിന്റെ പാത്തിന്റെ ഒരു റേ ഡയഗ്രം തന്നിട്ടുണ്ട്. മീഡിയം എയും ബിയും. ഓക്കെ, മീഡിയം എയും ബിയിലൂടെ ലൈറ്റിന്റെ ഒരു പാത്തിന്റെ റേ ഡയഗ്രം ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അവർ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താ? ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ്? ഇതില് ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവെന്ന്? മീഡിയം എക്കാണോ മീഡിയം ബിക്കാണോ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് കുറവെന്നാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ഈ എ ആണോ ബി ആണോ, അവരിൽ ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നോക്കിയാലോ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതിൽ ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവെന്ന്? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ആകെ ഒരു ഫിഗർ മാത്രമല്ലേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഫിഗർ മാത്രം തന്നിട്ടുള്ളൂ, അതിൽ നോർമൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു നോർമൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് വരച്ചു വെക്കാം. ഓക്കെ, ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഒരു നോർമൽ വരച്ചു. അപ്പൊ നോർമൽ വരച്ചപ്പോ എനിക്ക് എന്ത് മനസ്സിലായി? ഇത് ടുവേർഡ്സ് ദ നോർമൽ ആണ് ഡീവിയേഷൻ. അല്ലെ, ഇവിടെ നിന്ന് പറഞ്ഞ ലൈറ്റിന്റെ ഡീവിയേഷൻ ഇങ്ങോട്ടാണ്, ടുവേർഡ്സ് നോർമൽ ആണ്. അല്ലെ, ഇനി അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഈ വരണ ലൈറ്റ് ചെയ്യുക, ഒന്ന് നേരെ വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇപ്പുറത്തോട്ടാണ് ഡീവിയേഷൻ എന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് നോർമലും, ഇതിന്റെ ഇപ്പുറത്തോട്ടാണ് ഡീവിയേഷൻ എന്നുണ്ടെങ്കിൽ അവേ ഫ്രം ദ നോർമലും ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ടുവേർഡ്സ് നോർമൽ ആണ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ ടുവേർഡ്സ് നോർമൽ ഡീവിയേഷൻ വരുന്നുണ്ടെങ്കിൽ എന്താ അവിടുത്തെ കണ്ടീഷൻ? ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകണം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലോട്ട് പോയാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ടുവേർഡ്സ് നോർമൽ ഡീവിയേഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകണം അല്ലെ, എന്നാലല്ലേ ടുവേർഡ്സ് നോർമൽ സംഭവിക്കുള്ളൂ. അപ്പോ ഇയാള് റെയറർ, ഇയാള് ഡെൻസർ. ഓക്കെ ആണോ? അത് കിട്ടിയില്ലേ? അപ്പൊ റെയറർ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഒരു മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടുത്തെ ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ് കൂടും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാലോ ലൈറ്റിന്റെ സ്പീഡ് എന്താ ചെയ്യുക? കുറയും. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കിയേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇവിടെ കുറഞ്ഞു, അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് എന്താണ് ചെയ്തത്? കൂടിയല്ലേ? അപ്പൊ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. ഡെൻസർ മീഡിയം അല്ലേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ പറ്റുക? ലൈറ്റിന്റെ സ്പീഡിന് എന്താ പറ്റുക? കുറയും. അപ്പോ ഈ രണ്ട് മീഡിയങ്ങളിലും സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയം ഏതാണ്? ഒന്ന് നോക്കിയേ, ആർക്കാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്? ബിക്കാണ് അല്ലെ, അല്ലെ ബിക്ക് അല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം കിട്ടി നമുക്ക്, എന്താണ്? ബി. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഉത്തരം, വിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ഇതിലേതാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ, ബിക്കാണ് എന്ത്? ഒപ്റ്റിക്കലി ഡെൻസിറ്റി കൂടുതൽ അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. അതിന്റെ ജസ്റ്റിഫൈ യുവർ ആൻസർ, അതിന്റെ റീസൺ നമ്മ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ ടുവേർഡ്സ് നോർമൽ ആണ് ഡീവിയേഷൻ, അത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാന്നുള്ള കാര്യവും എഴുതാം. ഓക്കെ, അപ്പൊ ബി തന്നെയാണ് രണ്ടാമത്തെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം, മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ വാട്ടർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. അപ്പോ ഇതിന്റെ ബാക്കി വരക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഡീവിയേഷൻ എങ്ങോട്ടാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തറിയണം? ആരാണ് റെയറർ മീഡിയം, ആരാണ് ഡെൻസർ മീഡിയം എന്ന് അറിയണം. ഓക്കെ ആണോ? അപ്പോ റെയറർ മീഡിയവും ഡെൻസർ മീഡിയം അറിയാൻ വേണ്ടിയിട്ട് എന്തറിയണം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അറിയണം. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അറിയാനായിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് അറിയണം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാപ്പാഠം പഠിക്കാനായിട്ട് കുറച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണാണ് ഈ വാട്ടറും ഗ്ലാസും അല്ലെ. അപ്പോ അതിലുള്ളതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ള ആരാണ്? വാട്ടർ ആണ് അല്ലെ. 2.25 ആണ് എന്ത്? വാട്ടറിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് വരാം. അതുപോലെ തന്നെ ഗ്ലാസിന്റെ എത്രയാണ് വരാ? 2.
അപ്പോ സ്പീഡ് ഓഫ് ലൈറ്റ് ഉള്ളതിൽ ഈ രണ്ടെണ്ണത്തിൽ ഉള്ളതിൽ കൂടുതൽ ആർക്കാണ്? വാട്ടറിനാണ്. അതുപോലെ തന്നെ ഉള്ളതിൽ കുറവ് ഗ്ലാസിനും. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് വാട്ടറിന് കൂടുതലും ഗ്ലാസിന് കുറവും. അപ്പൊ ഞാൻ പറഞ്ഞു സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുള്ളൂ? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുള്ളൂ. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുള്ളൂ. അപ്പോ ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടി, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താ പറ്റുക? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും. സിമ്പിൾ അല്ലേ? അപ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ആള് ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ആള് റെയർ മീഡിയം. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ടുപേരുടെ കൂട്ടത്തില് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ കൂടുതൽ? എരമാർക്ക് മേലെ ഉള്ളത് ആർക്കാ? ഇയാൾക്കല്ലേ, ഗ്ലാസിനല്ലേ. അപ്പൊ ഡെൻസർ മീഡിയ ആരാ? ഡെൻസർ മീഡിയ ആരാ? ഡെൻസർ മീഡിയ ആരാ? ഗ്ലാസ് ആണ് ട്ടാ. ഓക്കെ, ഗ്ലാസ് ഡെൻസർ മീഡിയം, അതുപോലെ തന്നെ വാട്ടർ എന്താണ്? റെയറർ മീഡിയം ആണ്. അപ്പോ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ടുവേർഡ്സ് ദ നോർമൽ ആണ് ഡീവിയേഷൻ. അപ്പൊ എന്ത് ചെയ്യാ? അതിന്റെ ഡീവിയേഷൻ എന്ന് വരക്കാം. ടുവേർഡ്സ് ദ നോർമൽ, നോർമലിനോട് ചേർത്ത് വരക്കാം. ഇതല്ലേ നോർമല്? ഈ നോർമൽ എന്ത് ചെയ്യാ? ചേർത്ത് വരക്കാം. അതാണ് എന്ത്? ടുവേർഡ്സ് ദ നോർമൽ എന്ന് പറയാം. ഇനി അവര് പറഞ്ഞ കാര്യം എന്താ? മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അവര് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഈ വരണ ലൈറ്റിലെ തുടങ്ങണ ലൈറ്റ് ആണ് എന്ത്? ഇൻസിഡന്റ് റേ. എന്ത് റേ ആണ്? ഇൻസിഡന്റ് റേ. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്കറിയാം എന്താണ്? നോർമൽ ആണ്. ഇത് റിഫ്രാക്ട് ചെയ്ത് പോണ നമ്മ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നോക്കിയേ, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതിനെ ഞാൻ എന്തോ വിളിച്ചു? ഐ എന്ന് വിളിച്ചു അല്ലെ? അപ്പൊ ഒന്നാമത്തെ മാർക്ക് ചെയ്തു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ഇൻസിഡന്റ് റേ. അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, റിഫ്രാക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ കിട്ടിയല്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കിട്ടി, ആംഗിൾ ഓഫ് ഇൻസിഡൻസും കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. മീഡിയം എക്സിൽ നിന്ന് മീഡിയം വൈയിലോട്ട് എന്താണ് ചെയ്യണ? ഒരു ലൈറ്റ് പാസ് ചെയ്യാണ്. അതല്ലേ അവര് പറഞ്ഞത്? മീഡിയം എക്സിൽ നിന്ന് മീഡിയം വൈയിലോട്ട് അല്ലെ? ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. മീഡിയം എക്സിൽ നിന്ന് വൈയിലോട്ട് എന്ത് ചെയ്യാണ്? പാസ് ചെയ്യാണ് ട്ടാ. ഇനി അവര് പറയുന്നത് എന്താണ്? ഹിയർ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, ഞാൻ പറഞ്ഞുതരാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വലുത് എന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇപ്പോ എന്താ പറയാ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വലുത് എന്നുണ്ടെങ്കിൽ അവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ടായിരിക്കും അവിടെ ലൈറ്റ് പോവണ്ടാവാ, ലൈറ്റ് റേ പോവണ്ടാവാ. ഓക്കെ, പ്രാവശ്യം പറയാ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വലുത് എന്നുണ്ടെങ്കിൽ അവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ടായിരിക്കും പോകണ്ടാവുക. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വലുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് എങ്ങോട്ട് പോകണം? റെയറർ മീഡിയത്തിലോട്ട് പോവണം. ഓക്കെ ആണോ? ഇനി അവർ പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് മീഡിയം ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ. ഇതിൽ ഏത് മീഡിയത്തിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ? അല്ലെ, കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കായിരിക്കും? ഇവിടെ ഒന്ന് നോക്കിയേ, ഡെൻസർ മീഡിയ ഇയാളാണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഇയാൾക്കാണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ഇയാൾക്ക്. ഓക്കെ ആണോ? ഇനി സ്പീഡ് ഓഫ് ലൈറ്റിന്റെ കാര്യവും, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയില്ലേ, അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് പറ്റും? കുറയും. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു, അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. ഇതിൽ ആർക്കാണ് ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ? നോക്കിയേ, ആർക്കാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ? വൈക്കല്ലേ? വൈക്കല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ? അപ്പൊ ഒന്നാമത്തേന്റെ ഉത്തരം കിട്ടി, വൈ. ഇനി രണ്ടാമത്തത്, വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിൽ ആർക്കാണ് കൂടുതൽ? എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു സിമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണ് കൂടുതൽ കണ്ടുപിടിക്കാനായിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ് കൂടുതൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും.
അല്ലെ? അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ കാര്യം പറയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ ചെയ്യുക? കുറയും. ഇനി നേരെ തിരിച്ചും പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ആൾക്കല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക. കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിച്ചു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആർക്കാ? അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ആർക്കാ? എക്സിന്. ആർക്കാണ്? എക്സിന് ട്ടാ. ഇനി ഇതിന്റെ പാത്ത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡയഗ്രം ഒന്ന് കംപ്ലീറ്റ് ആക്കാനുള്ളൂ. ഒന്ന് എങ്ങനെയാ കംപ്ലീറ്റ് ആക്കുക? നമുക്കറിയാം ഡെൻസർ മീഡിയ ആണ്, റെയറർ മീഡിയ ആണ്. അതിന്റെ ഡീവിയേഷൻ എങ്ങടാ വരാ? റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. ഡെൻസർ ടു റെയറർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. ഇപ്പൊ നോർമൽ വരക്കുക. നോർമൽ എന്ത് ചെയ്യാ? എവേ ഫ്രം ദ നോർമൽ ആണെങ്കിൽ ആയിട്ട് അകത്തി വരക്കാട്ടാ. ഓക്കെ. വേണമെങ്കിൽ എന്ത് ചെയ്യാ? ഇൻസിഡന്റ് റേ മാർക്ക് ചെയ്യുക, റിഫ്രാക്റ്റഡ് റേ മാർക്ക് ചെയ്യുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെന്റ് മീഡിയംസ് ആർ ഗിവൻ ഇൻ ദ ടേബിൾ. കുറച്ച് മീഡിയംസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? ഇതിൽ ഏത് മീഡിയത്തിലാണ് ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുക? അപ്പൊ നമുക്കറിയാം അല്ലെ, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയണം. എന്ത് സംഭവിക്കണം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയണം. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്നുണ്ടെങ്കിൽ ആരാ കുറയണ്ടേ? ആരാ കുറയണ്ടേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് സംഭവിക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാലല്ലേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുള്ളൂ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാലല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുള്ളൂ. ഓക്കെ ആണോ? അതിലൊക്കെ ആണോ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആൾക്കാണ് എന്ത്? ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പൊ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിനാണ്. അപ്പൊ അയാൾക്കാണ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഉണ്ടാവുക. ഒന്നാമത്തെ കത്തിയിലെ. ഇനി രണ്ടാമത്തത്, will a ray of light entering obliquely from glycerin to sunflower oil deviate? Explain the reason. ഓക്കെ, ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവർ ഓയിലോട്ട് എന്ത് ചെയ്യാണ്? ഒരു ലൈറ്റ് പാസ് ചെയ്യാണ്. ഓക്കെ, ഗ്ലിസറിന്റെ ജിയും സൺഫ്ലവറിന്റെ എസും. ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവറിട്ട് എന്ത് ചെയ്യാണ്? ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അവര് ഡീവിയേറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഡീവിയേറ്റ് ചെയ്യോ? നോക്കി, ഇവരുടെ രണ്ടുപേരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? 1.47 ആണ് അല്ലെ? രണ്ടുപേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.47 ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. അപ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആയ ഒരു മീഡിയത്തിൽ റിഫ്രാക്ഷൻ നടക്കോ? നടക്കോ? ഇല്ല അല്ലെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആയി കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ നടക്കോ? നമ്മൾ റിഫ്രാക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് എന്ത്? അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? ഇവിടെ എന്തുണ്ടാവില്ല? ഡീവിയേഷൻ ഉണ്ടാവൂല. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാവില്ല? നോ ഡീവിയേഷൻ ആണ്. അതുപോലെ തന്നെ റീസൺ എന്താണ്? സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. രണ്ടുപേർക്ക് എന്താണ്? സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി മൂന്നാമത്തത്, ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഗ്ലാസ് ടു ഈച്ച് മീഡിയം ലിസ്റ്റഡ്. ലൈറ്റ് എന്ത് ചെയ്യാണ്? ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കടത്തിവിടാണ്. എവിടെ നിന്ന്? ഗ്ലാസിൽ നിന്ന് ഈ ലിസ്റ്റിലുള്ള എല്ലാ മീഡിയത്തിലോട്ടും. ഓക്കെ, ഗ്ലാസിൽ നിന്ന് ഈ ലിസ്റ്റിലുള്ള എല്ലാ മീഡിയത്തിലോട്ടും എന്ത് ചെയ്യാണ്? ലൈറ്റ് കടത്തിവിടാണ്. ഇഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിച്ച് മീഡിയം വിൽ ഹാവ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ലൈറ്റ് 30 ഡിഗ്രി ആയിട്ടാണ് വന്ന് ഇതാവണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. അവരെന്ത് ചെയ്യാണ്? നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാക്സിമം എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻ ടഫായിട്ട് തരാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാം? നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. വിച്ച് മീഡിയം വിൽ ഹാവ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവണമെന്നുണ്ടെങ്കിൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകണം, റെയറർ മീഡിയത്തിലോട്ട് പോകണം. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട്. അപ്പോ ഒരു മിനിറ്റ്.
ഓക്കെ, അവര് പറയുന്നുണ്ട് എന്ത്, ഗ്ലാസ്സിൽ നിന്ന് ഓരോ മീഡിയത്തിലോട്ട് കടത്തിവിടുമ്പോ എന്താണ്, ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കണം. അപ്പൊ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെൻസർ ടു റെയറർ ആയിരിക്കണം. അപ്പൊ ഡെൻസർ ടു റെയർ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസിനെ എന്താക്കി നമ്മൾ എടുക്കണം, ഡെൻസർ ആക്കി എടുക്കണം. അപ്പൊ ഗ്ലാസിനേക്കാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിന് നമ്മൾ എന്തെടുക്കാൻ പാടുള്ളൂ, അടിയിൽ എടുക്കാനായിട്ട് പാടുള്ളൂ. എന്നാലേ ഡെൻസർ ടു റെയർ എന്നുള്ള കണ്ടീഷൻ വരുള്ളൂ. അപ്പൊ ഇയാള് ഡെൻസർ ആക്കിയിട്ട് അടിയിൽ ഒരു റെയറർ മീഡിയം എടുക്കാണ്, ഗ്ലാസിനേക്കാൾ കുറവുള്ള റെയറർ മീഡിയം നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പൊ പക്ഷെ അവർ ചോദിക്കണത് ഇതിൽ ഏറ്റവും കൂടുതൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ഞാൻ പറഞ്ഞു എന്ത്, ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താവും, വലുതാവും. അപ്പൊ ഡെൻസറിൽ നിന്ന് കൂടുതൽ റെയറിലോട്ട് വന്നാൽ എന്താവും, കൂടുതൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവും. സിമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ റെയർ ആരാന്ന് നോക്കുക, അയാളെ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ റെയർ ആരാണ്, ഏറ്റവും കുറവാർക്കാണ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വാട്ടറിനാണ്. അപ്പൊ എന്ത് ചെയ്യുക, വാട്ടറിനെ സെലക്ട് ചെയ്യുക. വാട്ടറിനായിരിക്കും എന്ത്, ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നമ്മൾ നേരത്തെ പഠിച്ച സി ക്വസ്റ്റ്യൻ ഇല്ലേ, ആ സി ക്വസ്റ്റ്യന്റെ സെയിം പോലത്തെ ഒരു കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കോ. ഒബ്സർവ് ദ ഫിഗർ, റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ടു മീഡിയം ഈസ് ഡെപിക്റ്റഡ്. നമുക്ക് 2 ഡയഗ്രം തന്നിട്ടുണ്ട്. അതിലെന്താണ്, റേ ഓഫ് ലൈറ്റ് ആണ് തന്നിക്കണം അല്ലെ. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വൈ. ഇതിൽ ഏത് മീഡിയത്തിനാണ്, മീഡിയം 1 ഉണ്ട്, മീഡിയം 2 ഉണ്ട് അല്ലെ, അതിൽ ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് ചോദിച്ചേക്കുന്നത്? അറിയോ? ഒന്ന് നോക്കിയാലോ. എങ്ങനെയാ, നമുക്ക് ഈ 2 ഫിഗർ കണ്ടാൽ അറിയാം എന്ത്, രണ്ടുപേരുടെയും ഡീവിയേഷൻ ടുവേർഡ്സ് നോർമൽ ആണെന്ന് കണ്ടാൽ മനസ്സിലാവും അല്ലെ. ഇയാളുടെയും ഡീവിയേഷൻ എങ്ങനെയാണ്, ടുവേർഡ്സ് നോർമൽ ആണ്. അപ്പോ റെയറർ ടു ഡെൻസർ ആയിരിക്കണം ടുവേർഡ്സ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, റെയർ ടു ഡെൻസർ ആണെങ്കിൽ എന്താണ്, ടുവേർഡ്സ് നോർമൽ ആണ്. അപ്പൊ ഇവിടുത്തെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇത് കൂടുതൽ ഇങ്ങനെ ചേർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? റെയർ ടു ഡെൻസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. ഇവിടുത്തെ ഡെൻസിറ്റി ഇനി കൂടി വരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും, കൂടുതൽ ചേർന്നിരിക്കായിരിക്കും. അപ്പോ ഇവർ രണ്ടുപേരിലും ആർക്കാണ് കൂടുതൽ ഡെൻസിറ്റി എന്ന് എങ്ങനെ മനസ്സിലാക്കാം, കൂടുതൽ ചേർന്നിരിക്കുന്ന ആളെ നോക്കിയാൽ മതി. ഇവിടെ ആരാ കൂടുതൽ ചേർന്നിരിക്കുന്നത്, മീഡിയം 1 ആണ് അല്ലെ. ഇവിടെ 20 ഡിഗ്രി ആണ്, ഇവിടെ 30 ഡിഗ്രി ആണ്. അപ്പോ കൂടുതൽ ചേർന്നിരിക്കുന്നത് ആരാണ്, മീഡിയം 1. അപ്പോ നമുക്ക് ആദ്യത്തെ കിട്ടി അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആള് മീഡിയം 1 ആണ്. ഇനി ആർക്കാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ഞാൻ പറഞ്ഞു. എന്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. അപ്പോൾ ഇവിടെ കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്ക് തന്നെയായിരിക്കും, മീഡിയം 1 ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി അടുത്ത് നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗേഴ്സ്. ഈ ഫിഗർ നോക്കാനാണ് പറയുന്നത്. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ഫിഗറിലാണ് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ നടക്കണേന്ന്, ഏത് ഫിഗറിലാണ് നമുക്കറിയാം അല്ലെ. നമ്മ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നുണ്ട് എന്ത്, റിഫ്ലക്ടർ. ഇത് റിഫ്ലക്ടറിന്റെ ഫിഗർ അല്ലേ. അപ്പൊ എന്താണ്, ഈ ഫിഗറിലാണ് എന്ത് സംഭവിക്കുക, ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ സംഭവിക്കുക. വിച്ച് ഫിഗേഴ്സ് ഇൻഡിക്കേറ്റ് റിഫ്രാക്ഷൻ. ഇതിൽ ഏത് ഫിഗറിലാണ് റിഫ്രാക്ഷൻ നമുക്കറിയാം അല്ലെ. ഇത് ഗ്ലാസ് സ്ലാബിലുള്ള റിഫ്രാക്ഷൻ, അതുപോലെ ഇത് പ്രിസത്തിലുള്ള റിഫ്രാക്ഷൻ. ഈ 2 ഉത്തരവും എന്തിന്റെയാണ്, ബിയുടെയാണ്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം എ, രണ്ടാമത്തെ ഉത്തരം ബി, സി. ഇനി നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. ഗ്ലാസിന്റെ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ അവർ തന്നിട്ടുണ്ട്, എത്രയാണ്, 42 ഡിഗ്രി ആണ്. ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു ആംഗിൾ നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന ആംഗിൾ എന്ത് സംഭവിക്കണം, ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ ഉണ്ടാവണം. ഓക്കെ, ഈ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ആവശ്യം എന്താ, എങ്ങനെയാ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ ഉണ്ടാവുക, ക്രിട്ടിക്കൽ ആംഗിളിനാട്ടിയും വലിയ ഒരു ആംഗിൾ വരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അവിടെ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്. അപ്പൊ 42-നേക്കാൾ വലുത് വന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ 42-നേക്കാൾ വലുത് ആരാ ഇവിടെ, 40 എടുക്കാൻ പറ്റുമോ, ഇല്ല, ചെറുതാണ് അല്ലെ. 42 എടുക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ, സെയിം ആണല്ലേ, 49.
42 വലുത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട്, എന്നിട്ട് ടോട്ടലിന്റെ റിഫ്ലക്ഷൻ നടക്കണ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ടും വലിയ ഒരു ആംഗിൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 43 വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഓപ്ഷനിൽ 43 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാറുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ടേബിൾ, ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ദ ലീസ്റ്റ് സ്പീഡ്. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏറ്റവും കുറവ് സ്പീഡ് ഉള്ള ആർക്കാണ്, അതാണ് ചോദ്യം. ഈ തന്നിരിക്കണേല് ഏറ്റവും കുറവ് സ്പീഡ് ആർക്കാണ്? അപ്പൊ സ്പീഡ് കുറയണമെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടണം. ഓക്കെ അല്ലേ? അപ്പോ ഇതില് ആർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ആർക്കാ കൂടുതൽ? ഡയമണ്ടിന് അല്ലെ? ഡയമണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ത് സംഭവിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആർക്കാണ്? ഡയമണ്ടിന് ട്ടാ. ആർക്കാണ്? ഡയമണ്ട്. ഇനി അടുത്തത്, the speed of light in air is 3 × 10⁸ meter/second. What is the speed of light in kerosene? എയറിത്തെ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 3 × 10⁸ meter/second ആണ്. എന്നിട്ട് കെറോസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കാണാനാണ് അവർ പറയുന്നത്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ അവർ പറയുന്നുണ്ട്, V = C/N, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്കൊരു സ്പീഡ് ഓഫ് ലൈറ്റ് ഇപ്പൊ കെറോസിന്റെ കാണണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അവർ തന്നു അല്ലെ? എത്രയാണ് തന്നത്? 3 × 10⁸ meter/second ആണ് തന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവര് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടല്ലോ കെറോസിന്റെ. എത്രയാണ്? എത്ര റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്? 1.44. അപ്പൊ എന്ത് ചെയ്യാ? 3 × 10⁸ meter/second 1.44 വെച്ച് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെറോസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കിട്ടും. ഓക്കെ ആണോ? ഇതെങ്ങനെ ചെയ്യാം? ഇത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് അറിയില്ല അല്ലെ? അപ്പൊ അത് വെച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യാ? കുറച്ച് അങ്ങോട്ട് നീക്കി അങ്ങോട്ട് നിർത്താം. ഓക്കെ, അപ്പൊ അതിനെ വെച്ച് എനിക്ക് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പൊ ഇനി ബാക്കിയുള്ളത് 3/1.44 ആണ്. അപ്പൊ ഇനി 1.44 എനിക്ക് ചെയ്യാൻ അറിയോ? കാരണം ഡെസിമൽ ഉണ്ട്. ഡെസിമൽ വെച്ച് എനിക്ക് എന്ത് ചെയ്യാനില്ല, ചെയ്യാനായിട്ട് അറിയില്ല. അപ്പൊ ഈ ഡെസിമൽ കളയണം. ഡെസിമൽ കളയാനായിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഈ 2 വാല്യൂ അല്ലെ? 2 വാല്യൂ ആണ് ഉള്ളത്. എത്ര വാല്യൂ ഉണ്ട് നോക്കാം. അത്രയും വാല്യൂ വെച്ച് എന്ത് ചെയ്യാം? എത്രയും 0 വെച്ച് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 2 വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? 100 വെച്ച് 2 0 വെച്ച് എന്ത് ചെയ്തു? മേലയിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? മേലയില് 300 ആവും, അടിയില് 144 ആവും. ഓക്കെ ആണോ? അപ്പൊ അവിടെ മാറ്റി വെച്ച ആളുണ്ട്, അയാളെയും കൂടി എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഇത്ര ഓക്കെ അല്ലേ? ഇനി 300നെ 144 വെച്ച് എന്ത് ചെയ്യണം? ഹരിക്കണം. 300ൽ 144 എത്ര പോകും? ഏകദേശം എന്റെ ഒരു കണക്ക് വെച്ച് 2,288. ഓക്കെ, അപ്പോ 288 വരുമ്പോ എത്ര വരാ? 12 അല്ലേ? 12 പോവോ? 144 12 പോവോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. 120 പോവോ? 120ൽ എന്ത് ചെയ്യില്ല? പോവില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഒരു 0 കൂടി ഇടാ. 1200. 1200 എത്ര പ്രാവശ്യം പോവാ? 8 പ്രാവശ്യം. 1152 വരും. ബാക്കി എത്രയാ വരാ? 48. ഓക്കെ, 48 പോവൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 0 ഇട്ടു. 480 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. ബാക്കി വീണ്ടും എത്ര വരും? 48 വരും. നമ്മ എന്ത് ചെയ്യണം? വീണ്ടും 0 ഇടാം. വീണ്ടും ഇത് തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യാം? നിർത്താം. ഓക്കെ ആണോ? അപ്പൊ ഉത്തരം എത്ര കിട്ടും? 2.833 × 10⁸ meter/second. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അതിന്റെ സി ക്വസ്റ്റ്യൻ ഉണ്ടല്ല, when a ray of light enters obliquely from air to diamond. എയറിൽ നിന്ന്
ഡയമണ്ടിലോട്ട് എന്ത് ചെയ്യാണ്? എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് ഒരു ലൈറ്റ് പാസ് ചെയ്യാണ്. അത് ടുവേർഡ്സ് നോർമൽ ആയിരിക്കോ അതോ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കോ ഡീവിയേഷൻ? സിമ്പിൾ ആണ്. റയറർ ടു ഡെൻസർ ആണോ ഡെൻസർ ടു റയറർ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ തീരാന്ന് പ്രശ്നമുള്ളൂ. ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ എയറിന്, സ്പീഡ് ഓഫ് ലൈറ്റ് അപ്പൊ കുറവ് ഡയമണ്ടിന്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിയാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി. അപ്പൊ ഇയാള് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം റയറർ മീഡിയം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം ഡെൻസർ മീഡിയം. അപ്പോ റയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് പോണത് അല്ലെ? അപ്പൊ റയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? എങ്ങടാ ഡീവിയേഷൻ ഉണ്ടാവുക? ടുവേർഡ്സ് ദ നോർമൽ. എങ്ങടായിരിക്കും? ടുവേർഡ്സ് ദ നോർമൽ. ഇതിന്റെ ഉത്തരം എന്താ? അവർ നമ്മുടെ ചോദിച്ചു അല്ലെ, ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ ആണോ അല്ലെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആണോ ചോദിച്ചു. എങ്ങടാണ്? ടുവേർഡ്സ് ദ നോർമൽ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ.